ദൈവദിനത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. നമ്മൾ 109 സങ്കീർത്തനത്തിന്റെ 2 വാക്യങ്ങൾക്ക് ആധാരമാക്കിയാണ് നമ്മൾ വായിക്കുകയും ആ ഭാഗങ്ങളെയാണ് ചിന്തിക്കുകയും ചെയ്തത്. അതിൽ 2 കാര്യങ്ങളാണ്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. പിതാക്കന്മാരുടെയോ അല്ലെങ്കിൽ മാതാവോ ചെയ്യുന്ന പാപത്തിന്റെ അനന്തരഫലം തലമുറകൾ അനുഭവിക്കണമോ, അല്ലെങ്കിൽ 3-ാമത്തെയോ 4-ാമത്തെയോ തലമുറയിൽ ശാപം ഉണ്ടാകുമോ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ആ ഭാഗങ്ങൾ അന്ന് ചിന്തിച്ചത്. അതിലെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മാഞ്ഞു പോകുക. ഇതൊരു പ്രാർത്ഥനയാണ്. അത് പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നു. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞത്, പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേൽ വരും എന്ന ഭാഗം 2 വാക്യത്തിൽ നിന്ന് ഞാൻ എടുത്തു കാണിച്ചു. ഏതെല്ലാം വാക്യമായിരുന്നു? പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് 20-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നിന്നും ആവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായം അതിന് 9-ാമത്തെ വാക്യം. ഈ 2 ഭാഗങ്ങളും പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും നിലകളിൽ ഒരു മനുഷ്യൻ ന്യായപ്രമാണത്തെ സംബന്ധിക്കുന്ന അറിവുണ്ടായിട്ട് അവൻ വിഗ്രഹങ്ങളെ സേവിക്കുകയോ ഏതെങ്കിലും നിലകളിൽ അന്യായമായി പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്താൽ അവന്റെ തലമുറകളുടെ മേൽ 4 തലമുറ വരെ, 4 തലമുറ എന്ന് പറയുന്ന കാലഘട്ടത്തെ നമ്മൾ നിർണയിച്ചാൽ, കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 480 വർഷം വരെ ഇത് ഇങ്ങനെ ജനറേഷൻ ബൈ ജനറേഷൻ ആയിട്ട് തുടരും എന്നുള്ളത് പറഞ്ഞു. അതപ്പോ സാധ്യമാകുമോ? സാധ്യമാകും. അത് സാധ്യമാകേണ്ട കാര്യമാണ്. കാരണം എന്താണ്? അത് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന നിയമമായതുകൊണ്ട് അത് സാധ്യമായേ പറ്റത്തുള്ളൂ. ഇല്ലാതെ വരികിൽ വൈരുദ്ധ്യം വരും. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി. അത് നടന്നില്ലെങ്കിൽ എന്തോ വൈരുദ്ധ്യം. ബൈബിളിനകത്ത് ഒരിക്കലും ഇങ്ങനെയും മറ്റൊരിടത്ത് ഇങ്ങനെയും പറഞ്ഞാൽ വൈരുദ്ധ്യമാവും. അപ്പൊ എങ്ങനെയാണ് അത് സാധ്യമായി തീരുന്നത്? അതിനെ കുറിച്ചാണ് പഠിച്ചത്. അതിന്റെ ഭാഗം ഞാൻ പറഞ്ഞു. പ്രവചന പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കയില്ല. നമ്മൾ ആ ഭാഗം ചിന്തിച്ചു യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുകൊണ്ട് അതിന്റെ 31-ാമത്തെ അധ്യായം 29-30 വാക്യങ്ങൾ ചിന്തിച്ചു. കാരണം ഇനി ഒരു കാലം വരാൻ പോകുന്നു, ആ കാലഘട്ടത്തിൽ പറയുകയില്ല എന്ന് പറയുന്ന ഒരു നിയമം ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തമ്മിൽ എങ്ങനെയാണ് ചേർച്ച വരുന്നത്? ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു നമുക്ക് എന്തുണ്ടാകും? ശാപം ഉണ്ടാകും. മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നു ശാപം ഉണ്ടാകുകയില്ല. അപ്പൊ ഇത് എങ്ങനെയാണ്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എന്തിനാണ് ഇത് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, 1, ഭയം കൂടാതെ നാം ജീവിക്കാനും, 2, ഈ ഭയത്തിൽ ഇരിക്കുന്നവർക്ക് നമ്മൾ അത് പകർന്നു കൊടുക്കുകയും വേണം. അതാണ് ഗൗരവത്തോടെ ഞാൻ ഈ ആവർത്തിച്ച് കാര്യം എടുക്കുന്നത്. ഈ നിലകൾ ചിന്തിച്ചിരിക്കുന്ന ഒരാളോട് ഇത് എന്താണ് എന്നുള്ള വസ്തുതകളെ നമ്മൾ ഗ്രഹിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് നടന്നത്. അതിൽ നമ്മൾ വായിച്ചു, ഇസ്രായേലിന്റെ ഇടയിൽ ഒരു പഴഞ്ചൊല്ല് ഉണ്ടായിരുന്നു എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു, അല്ലേ? എന്തു പഴഞ്ചൊല്ലാണ് ഉണ്ടായത്? അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്നൊരു പഴഞ്ചൊല്ല് ഇസ്രായേൽ പറയുന്നില്ലയോ? അതിൽ ഞാൻ ഒരു കാരണം എടുത്തു പറഞ്ഞിരുന്നു. ഒരു പക്ഷേ നോഹയുടെ മകനായ നോഹ നഗ്നനായി കിടക്കുന്നത് കണ്ടുകൊണ്ട് ആ നഗ്നത മറയ്ക്കാതെ മറ്റുള്ളവരോട് പോയി പറഞ്ഞ നിമിത്തം അവന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഹാമിന്റെ മകനായ കനാൻ ശപിക്കപ്പെട്ടു. അപ്പൊ ഇതായിരിക്കാം പഴഞ്ചൊല്ലായി തീർന്നു. എന്നാൽ അതിനു മുമ്പേ ഒരു പഴഞ്ചൊല്ല് ഇവിടെ കിടക്കുന്നുണ്ട്. ഏതാണ്? ആദാം ചെയ്ത പാപത്തിന്റെ അനന്തരഫലമാണ് സകല മാനവരാശി അനുഭവിക്കുന്നത്. ഉണ്ടോ? അതാണ് ഏറ്റവും ശക്തമായ ഒരു പഴഞ്ചൊല്ല്. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നു, സകല മനുഷ്യന്റെയും പല്ല് വിളിക്കാൻ തുടങ്ങി. സകല മക്കളും ആരുടെ മക്കളാണ്? നമ്മളെല്ലാവരും ആദാമിന്റെ മക്കളായതുകൊണ്ട് ആദാം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം സകല മനുഷ്യന്റെയും പല്ല് വിളിച്ചു. ഇനി അങ്ങനെ പല്ല് വിളിച്ചു എന്ന് നിങ്ങൾ പറയേണ്ടെന്ന് ഇടവരികയില്ല. ഉണ്ടോ? അപ്പൊ ആ പല്ലുവിളിപ്പേരിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, പാപത്താൽ ഉണ്ടായ പല്ലുവിളിപ്പ്. ഇനി ആ പാപം നമ്മളെ പിൻപറ്റുകയില്ല എന്ന ഭാഗമാണ് അവിടെ പറഞ്ഞ് നിർത്തിയത്. അപ്പൊ തന്നെ നമ്മൾ മറ്റൊരു ഭാഗം ഗൗരവമേറിയ 2 ഭാഗങ്ങളാണ് നമ്മൾ അതിനെ അനുബന്ധമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നു. ഒരു അപ്പൻ നന്മ ചെയ്ത് ജീവിച്ചാൽ, നന്മ ചെയ്ത് 3 ഭാഗമാണ് അതിനകത്തുള്ളത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് 3 ഭാഗങ്ങളായിട്ടാണ് അതിനെ എടുത്ത് അദ്ദേഹം വിവരിച്ചു പറഞ്ഞിരിക്കുന്നത്. വരുമ്പോൾ അതിന് 18-ാമത്തെ അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ നീതിമാനായി ജീവിക്കുന്ന മനുഷ്യൻ, അവൻ അനീതി ചെയ്യാത്ത മനുഷ്യൻ, അവൻ കൈക്കൂലി വാങ്ങാത്ത മനുഷ്യൻ,
അവൻ അകൃത്യങ്ങൾ ഒന്നും ചെയ്യാതെ, പലിശയ്ക്ക് പണം കൊടുക്കാതെ അവൻ നന്നായിട്ട് ജീവിച്ചു. എന്നാൽ അവൻ ഒരു മകൻ ജനിച്ചു. അപ്പൊ 3 ജനറേഷൻ. എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് 3 ജനറേഷനെ കുറിച്ചാണ്, 3 തലമുറകളെ കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട്. അത് ഒന്നാമത്തെ തലമുറ എങ്ങനെയുള്ള തലമുറയായിരുന്നു? നീതി ചെയ്ത, നന്മ ചെയ്ത, നന്നായി ജീവിച്ച മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യൻ ഒരു മകൻ ജനിച്ചു. മനുഷ്യൻ, ഞാൻ പറഞ്ഞ 5-ാമത്തെ വാക്യം മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നന്മ ചെയ്താൽ ആ മനുഷ്യൻ ആ ചെയ്യുന്ന നന്മയുടെ അനുസൃതമായിട്ട് അവൻ ജീവിച്ചിരിക്കും. അതാണ് 9-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്. വായിച്ചാട്ടെ 9-ാമത്തെ വാക്യം. എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തതുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കും. പക്ഷെ ഒരു മനുഷ്യൻ ചട്ടങ്ങളെ അനുസരിക്കുകയും, വളരെ ശ്രദ്ധിച്ചോണേ ആ ഭാഗം, നിങ്ങൾ അതിനകത്ത് ബൈബിളിൽ പേന കൊണ്ട് വരയ്ക്കണമെന്നില്ല, ഹൃദയത്തിനകത്ത് ആ കാര്യങ്ങൾ സംഗ്രഹിച്ചു വെച്ചാൽ മതി. ഒരു മനുഷ്യൻ നീതി ചെയ്ത് ജീവിച്ചാൽ അവരെന്ത് ചെയ്തിരിക്കും? ജീവിച്ചിരിക്കും. ജീവിച്ചിരിക്കണ്ടോ? ജീവിച്ചിരിക്കും. ഇതിനെ അങ്ങനെ കണക്ട് ചെയ്ത് വേറൊരു വാക്യം കൂടെ നമ്മൾ വായിക്കും. അപ്പൊ നമ്മൾ നേരത്തെ വായിച്ച പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് 20-ാമത്തെ അധ്യായം എത്രാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്? 5-ാമത്തെ വാക്യം. അതിലൊരു മനുഷ്യൻ പാപം ചെയ്താൽ ആ പാപം, അവൻ ചെയ്യുന്ന അകൃത്യം 1, 2, 3, 4 തലമുറ വരയ്ക്കും കണക്കിടും. ശരിയാണോ? 4 തലമുറകൾ വരും. അപ്പൊ ഒരു മനുഷ്യൻ നീതിയായിട്ട് ജീവിച്ചാലോ, ദൈവജനം പ്രമാണിച്ചാലോ? 6-ാമത്തെ വാക്യം വായിച്ച. 6-ാമത്തെ വാക്യം. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്. അപ്പൊ ഈ മനുഷ്യൻ എന്താ ചെയ്തത്? കൽപ്പനകളെ പ്രമാണിച്ചില്ലേ? അയാളുടെ എത്ര തലമുറ വേണം? 1000 തലമുറ. 1000 തലമുറ എത്ര വർഷമായി? നിങ്ങൾ 100 × 1000 കൂട്ടി നോക്കിയേ, 1,00,000 വർഷമായി. അപ്പൻ ചെയ്ത അകൃത്യം വരണം എന്ന് ശഠിക്കുമ്പോൾ 1000 തലമുറയുടെ ദയ വരണ്ടേ? വരണമല്ലോ. അതിനോട് വലിയ താല്പര്യവും തിരിയൊന്നും ആർക്കും വരില്ല. ശാപം വരണമെന്ന് പറയുമ്പോൾ അതിനെ ചാടിക്കയറി പിടിക്കുന്നു. അപ്പൊ അതാണ് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന മേഖല. ഇതാണ് കച്ചവടം ചെയ്യാൻ പറ്റുന്ന മേഖല. ഇത് ബിസിനസ് ആക്കി മാറ്റി നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് നിന്റെ അപ്പൻ ചെയ്തത് നിനക്ക് വരും. എന്റെ ഞാൻ ചെയ്യുന്ന നന്മ എന്റെ മക്കൾക്കും, എന്റെ മക്കളുടെ മക്കൾക്കും, മക്കളുടെ മക്കൾക്കും, മക്കളുടെ മക്കൾക്കും 1000 തലമുറയാണ്. 1,00,000. ഞാൻ അവിടെ കുത്തിയിരുന്ന് അത്ഭുതപ്പെട്ടു പോയി. 1,00,000 വർഷം. 1,00,000 വർഷം. അത് തുടരണ്ടേ? അതാണ് ഇതും വരണ്ടേ? ഒരു ഭാഗത്ത് മാത്രമല്ല ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം അതിന്റെ വായിച്ച 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വചനം ശ്രദ്ധിച്ച് കേൾക്കണമേ. നിങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അയച്ചു. കേട്ടോ, 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ 1000 തലമുറ അവർക്ക് ദയ വരണം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന് 4 തലമുറയേ ഉള്ളൂ. നന്മ ചെയ്താലോ 1000 തലമുറ. ആർക്കാണ്? ദൈവവചനം അനുസരിച്ച് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവന്റെ തലമുറയാണ് എത്ര വർഷം വരെ? 1000 വർഷം. ഇതിപ്പോ നിങ്ങളുടെ മനസ്സിലിട്ടോണേ. അപ്പോ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. 9-ാമത്തെ വാക്യത്തിലേക്ക് 18-ാമത്തെ അധ്യായം എഗസ്കേൽ പ്രവാചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 9-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങൾക്ക് എന്തെങ്കിലും വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? നേരത്തെ വായിച്ച 6-ാമത്തെ വാക്യവും പുറപ്പാട് പുസ്തകത്തിലെ 6-ാമത്തെ വാക്യവും അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, ഈ വാക്യം തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും വൈരുദ്ധ്യം, ചേർച്ചയില്ലായ്മ തോന്നുന്നുണ്ടോ? ഈ നീതിമാനായിട്ട് അവൻ ജീവിച്ചിരിക്കും. ഇവൻ നീതി ചെയ്ത മനുഷ്യനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇയാൾ നീതി ചെയ്ത മനുഷ്യനല്ലേ? അയാളാണോ ജീവിച്ചിരിക്കേണ്ടത്? 100 തലമുറയാണോ ജീവിച്ചിരിക്കേണ്ടത്? 100 തലമുറയല്ലേ ജീവിച്ചിരിക്കേണ്ടത്? പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റല്ലേ? അയാൾ ജീവിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അയാൾക്ക് ഒരു മകൻ ജനിച്ചു. ഇത് അടുത്ത വിവരണമാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് വൈരുദ്ധ്യം നേടുന്നത്. അതുകൊണ്ടാണ് ഈ വാക്യങ്ങൾ വായിപ്പിച്ചു പോകുന്നത്. ഞാൻ അതിനെ വിശദീകരിച്ച് മാത്രം പോയാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പൊ അടുത്ത 10-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ഈ നീതിമാനായ മനുഷ്യൻ
നീതിമാനായ മനുഷ്യൻ നീതി ചെയ്തു പോയാൽ അയാളുടെ മോനും എന്തു വേണം? ഇയാള് ചെയ്യുന്ന നീതിയുടെ ഫലം വേണ്ടേ? അപ്പൊ പാപം ചെയ്ത ഒരു മനുഷ്യന്റെ പാപത്തിന്റെ ഫലത്തിന്റെ ഫലം തലമുറയ്ക്ക് വരണം. നീതിമാനായിരുന്നു നീതി ചെയ്താൽ ആ നീതിമാനായിരുന്നു നീതി ചെയ്യുന്നവന്റെ നന്മയും ആർക്ക് വരണം? തലമുറയ്ക്ക് വരണമല്ലോ. വരണ്ടേ? വരണം. പക്ഷെ അയാൾക്ക് ഒരു മകൻ ജനിച്ചു. ആർക്ക്? ഈ നീതി ചെയ്ത ഒരു മനുഷ്യൻ ഒരു മകൻ ജനിച്ചു. ഇവ മൊത്തം അനീതി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൻ എന്ത് ചെയ്തു? മോൻ എന്ത് ചെയ്തു? അനീതി ചെയ്തു. ഏതിന് വിരോധമായി? ദൈവവചനം പ്രമാണിക്കാൻ പറഞ്ഞിരിക്കുന്ന യാതൊന്നും പ്രമാണിക്കാതെ ഇവൻ അനീതി ചെയ്ത് ജീവിച്ചു. അപ്പന്റെ നന്മ ഇവന് വരണോ? പുറപ്പാട് പുസ്തകത്തിന്റെ നിയമം അനുസരിച്ച് അപ്പന്റെ നന്മ ആർക്ക് വരണോ? മോന് വരണം, അല്ലേ? ആവർത്തന പുസ്തകത്തിന്റെ നിയമം അനുസരിച്ച് അപ്പന്റെ നന്മ മകന് വരണം. പക്ഷെ ഇവൻ ഇതെല്ലാം അനീതി ചെയ്തുകൊണ്ടാണ് ഇവൻ ജീവിക്കുന്നത്. ആർക്ക് ജനിച്ച മകനാണ്? നീതിമാനായി നീതി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് ജനിച്ച മനുഷ്യനാണ്. അവൻ അനീതി ചെയ്തു. അനീതി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ 13-ാമത്തെ വാക്യം, എല്ലാ വാക്യങ്ങളും ഞാൻ വായിപ്പിച്ചു പോകുന്നില്ല. അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പലിശയ്ക്ക് കൊടുക്കുക, ലാഭം വാങ്ങുക എന്നിവ ചെയ്യുന്നവയാൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ജീവിച്ചിരിക്കുകയില്ല. അവൻ ജീവിച്ചിരിക്കുകയില്ല. അവൻ ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്തുവല്ലോ, അവൻ മരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യം നമുക്ക് ബോധ്യമായി. എന്തൊക്കെയാണ്? ഒരു മനുഷ്യൻ പാപിയായിരുന്നു പാപം ചെയ്താൽ ആ മനുഷ്യന്റെ പാപം 4-ാമത്തെ തലമുറ വരെ ഇനി വരികയില്ല. ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു നീതി ചെയ്താൽ അവന്റെ 1000 തലമുറ വരെ ഇത് പോവുകയില്ല. പക്ഷെ രണ്ട് സംഭവിക്കുകയും വേണം. അവിടെയാണ് വിഷയം. ബൈബിൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് രണ്ടും മാറിയും കൂടാ. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആയില്ലേ? ഒരു സ്ഥലത്ത് ഇത് രണ്ടും വേണമെന്ന് പറഞ്ഞിരിക്കുന്നു, ഒരു സ്ഥലത്ത് ഇത് രണ്ടും സംഭവിക്കില്ലെന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത് രണ്ടും വേണം താനും, ഇത് രണ്ടും സംഭവിക്കാനും പാടില്ല. അതെങ്ങനെ നടക്കും? അവിടെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ നിയമത്തിന് മാറ്റം വന്നത്, അല്ലെങ്കിൽ ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സ്തോത്രം. വായിക്കാം നമുക്ക്. നമ്മൾ ഇനി അടുത്ത് വരികയാണ്. ഇവിടെ കൊണ്ട് തീർന്നില്ല. അടുത്തൊരു ജനറേഷൻ വരിക. ആരുടെ ജനറേഷൻ? ഈ നിഷ്കണ്ഠനായി ജീവിച്ച് അനീതി ചെയ്ത, പലിശയ്ക്ക് കൊടുത്ത, എന്താ പറയുക, കൂട്ടുകാരന്റെ ഭാര്യയുമായിട്ട് ക്ഷയിച്ച, അല്ലെങ്കിൽ വേണ്ടതെല്ലാം മ്ലേച്ഛതയും ചെയ്ത മനുഷ്യൻ. അവനൊരു മകൻ ജനിച്ചു. അടുത്തത് നമ്മൾ വായിക്കുന്നതാണ്. വായിച്ചേ. അവന്റെ രക്തം അവന്റെ മേൽ വരും. അവന്റെ രക്തം അവന്റെ മേൽ. അത് ആരുടെ രക്തമാണ്? നിങ്ങൾ പാപം ചെയ്തവന്റെ രക്തമാണ് അവന്റെ മേൽ വരുന്നത്, കേട്ടോ. എന്നിട്ട് അടുത്ത വാക്യം. എന്നാൽ അവന് ഒരു മകൻ ജനിച്ചിട്ട്, അടുത്തത് പറയണം, അവനൊരു മകൻ ജനിച്ചിട്ട് അവൻ തന്റെ അപ്പൻ ചെയ്ത സകല പാപങ്ങളും കണ്ട് പേടിച്ച്. കണ്ടോ? അവൻ എന്തോ ചെയ്തു? അപ്പൻ ചെയ്ത പാപമെല്ലാം കണ്ടിട്ട് അവൻ പേടിച്ചു പോയി. അപ്പൻ ചെയ്ത പാപം കണ്ട് പേടിക്കാനുള്ള കാരണം എന്താണ്? അപ്പൻ ചെയ്ത പാപത്തിന്റെ അനന്തര ഫലം അപ്പൻ അനുഭവിക്കാൻ തുടങ്ങി. അപ്പൻ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അത് എവിടെ എഫക്ട് ചെയ്യും? കുടുംബത്തിന് എഫക്ട് ചെയ്യും. ചിലപ്പോ സമ്പത്ത് പോകാം, അവൻ ദരിദ്രനായി തീരാം. നാട്ടിൽ അപ്പൻ ദോഷമായിട്ട് ജീവിച്ചാൽ, കള്ളന്റെ മോനെ ആളുകൾ എന്ത് വിളിക്കും? നാമോന്ന് കള്ളന്റെ മോൻ, അല്ലേ? പക്ഷെ ഇവൻ ആരാണ്? നല്ല മനുഷ്യനാണ്. ഇത് കണ്ട് അവന് ഭയവും ഉണ്ടായി, വേദനയുണ്ടായി. ഞാൻ എന്റെ അപ്പനെ പോലെ ജീവിക്കാൻ പാടില്ല എന്ന് ഒരു പക്ഷേ അവന്റെ ഉള്ളിൽ തീരുമാനമുണ്ടായി. അവൻ എങ്ങനെ ജീവിച്ചു? തെറ്റായ പ്രവൃത്തികളെല്ലാം ചെയ്ത് നന്മ മാത്രം ചെയ്തുകൊണ്ട് അവന്റെ അപ്പൻ എങ്ങനെ മരിക്കും? അപ്പൻ ചെയ്ത അകൃത്യം എന്നാൽ അപ്പൻ ചെയ്യും, മരിക്കും. എന്നിട്ട് അടുത്ത വാക്യം. എന്നാൽ മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടയില്ലയോ? മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട ചോദ്യമാണ്. ഇതെല്ലാം ചെയ്ത ആ അപ്പന്റെ മകൻ വഹിക്കേണ്ടതല്ലയോ? ന്യായമായ ചോദ്യമാണ്. അപ്പൊ ഈ പ്രവാചകൻ തന്നെ ചോദിക്കുകയാണ്, പ്രവാചകനിലൂടെ ചോദിക്കുകയാണ്. ആരോടാണ്? ഇസ്രായേലിനോട് ചോദിക്കുകയാണ്, ഈ അപ്പൻ ചെയ്തതിന്റെ തെറ്റ് മകൻ വഹിക്കേണ്ടതല്ലയോ? എന്നിട്ട് വായിച്ച്. എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിമാനും ന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കും. അവൻ ജീവിച്ചിരിക്കും. നിങ്ങൾ ചോദിക്കുന്നത് എന്തുവാ? അപ്പൻ ഇതെല്ലാം ചെയ്തതിന്റെ ഫലം, അല്ലെ? നമ്മൾ നാട്ടിലും ഇത് ചൊല്ലാണ്. ഇത് ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്, ഇസ്ലാമികളുടെ ഇടയിലുണ്ട്, സകല ജനതയുടെ ഇടയിലും ഉള്ളതാണ്. ഉണ്ടോ? അപ്പൻ ഇത് ചെയ്യുന്നതിനെല്ലാം മക്കൾ ശിക്ഷ അനുഭവിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു രീതിയും ശീലവും, ഒരു പഴഞ്ചൊല്ല് പോലെ ഇസ്രായേലിൽ മാത്രമല്ല, അത് സകല സമൂഹ മാനവ മനുഷ്യന്റെ ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. ഇത് ദൈവവചനം പറയുന്നത് എന്താണ്? അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. അപ്പൊ ഇതെങ്ങനെയാണ്
ഇത് സംഭവിക്കാതിരിക്കാൻ എന്താണ് അതിനൊരു പരിഹാരം വേണ്ടേ? ദൈവവചനത്തിന് മാറ്റം വന്നുകൂടാ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചിട്ട് മൂന്നാമത്തെ കാര്യത്തിലോട്ട് വരുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ആ ചെയ്യുന്ന പാപത്തിന്റെ അകൃത്യ ഫലം അവന്റെ മക്കൾ 4 തലമുറ വരെ വഹിക്കണം. ശരിയാണോ? ശരിയാണ്. ബൈബിൾ അത് പറഞ്ഞിരിക്കുന്നു. ആരാണ് വഹിക്കേണ്ടത്? ഇസ്രായേൽ വഹിക്കണം. ഇസ്രായേൽ വഹിക്കണം എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ള വസ്തുതയെ നമ്മളൊന്ന് പഠിക്കുന്നു. അതെങ്ങനെയാണ് പഠിക്കുന്നത്? ഇസ്രായേൽ ആരാണെന്ന് പഠിക്കുന്നു. ഇസ്രായേൽ ആരുടെ സന്തതിയാണെന്ന് പഠിക്കുന്നു. അബ്രഹാമിന്റെ സന്തതിയാണ്. അബ്രഹാമിന്റെ മക്കളെയാണ്, പിൻ തലമുറകളെയാണ് ഇസ്രായേലായി അല്ലെങ്കിൽ യഹൂദന്മാരായി ഗണിക്കപ്പെട്ടിരുന്നത്. അപ്പൊ 2 നിയമങ്ങളെയാണ് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പൗലോസ് വിവരിക്കുന്നത്. നമുക്ക് വരാം. ഗലാത്യ ലേഖനത്തിലേക്ക് ഞാൻ വരികയാണ്. ഗലാത്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ വായിച്ചാട്ടെ. രണ്ടും മക്കളെ ഇവിടെ കാണിക്കുകയാണ്. ഇതിനെ വ്യക്തമാക്കി തരാനാണ് പുതിയ നിയമത്തിൽ ഈ വാക്യങ്ങളെ, ഈ ഭാഗങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 തലമുറ അല്ലെങ്കിൽ 2 മക്കളെ. ആരിൽ നിന്ന് ജനിച്ച? അബ്രഹാമിൽ നിന്ന് ജനിച്ച. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അബ്രഹാമിൽ നിന്ന് ജനിച്ച 2 തലമുറ, 2 മക്കൾ. അബ്രഹാമിന് എത്ര മക്കളാണ്? 2 മക്കൾ. ആരിൽ ജനിച്ചത്? ഒന്ന് ഹാഗറിൽ നിന്ന് ജനിച്ചത്, 2 സാറയിൽ നിന്ന് ജനിച്ചത്. ഈ 2 നോക്കിയാൽ മതി. കെതൂറ എന്നുള്ളത് നമുക്ക് ഇതിനടുത്ത് ബന്ധപ്പെടുത്തുന്നില്ല. അത് മരണശേഷം കെതൂറായുടെ മക്കൾക്കോ കെതൂറായിക്കോ വാഗ്ദത്വങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം തൊടാത്തത്. യഥാർത്ഥ വാഗ്ദത്വം ആർക്കാണ് ദൈവം കൊടുത്തത്? അബ്രഹാമിനോട് കൊടുത്തു. അബ്രഹാമിന് വാഗ്ദത്വം കൊടുക്കുമ്പോൾ പറഞ്ഞു, ഇവൻ വാഗ്ദത്ത സന്തതിയായിരിക്കും. ആരെ കുറിച്ചാണ്? ഇസഹാക്കിനെ കുറിച്ച്. അതിന്റെ ഇടയിൽ ഹാഗറിലൂടെ ജനിച്ചതാണ് സന്താനം. അതാരാണ്? ഇസ്മായേൽ. അതിനെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. വായിച്ചേ 23-ാമത്തെ വാക്യം. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. കണ്ടോ? ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2. അപ്പൊ ഈ സ്ത്രീകൾ ആരായി? 2 നിയമമായി. ഏതൊക്കെയാണ് നിയമം? പറഞ്ഞേ. പഴയ നിയമം, പുതിയ നിയമം. 2 നിയമങ്ങളാണ്. 2 നിയമങ്ങൾ. ഇനി ആ വാക്യം വായിച്ചേ. ഒന്ന് സീനായിൻ മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗർ. അത് ഹാഗർ. ഹാഗറിൽ നിന്ന് ജനിച്ചതെല്ലാം ആരെ പ്രസവിക്കുന്നു? നിങ്ങളുടെ മനസ്സിൽ വന്നോ? ആരെല്ലാം വന്നു? ഇപ്പോ സീനായി മലയിൽ നിന്ന് ഹാഗറിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ജനത. അതാരാണ്? ഈ ജനതയുടെ പേരെന്താണ്? അറബികൾ. അറബികളാണ്. ഇസ്ലാമികളല്ല, അറബികളാണ്. അറബികൾ. അപ്പൊ അറബികൾ ആര് ജനിച്ചാണ്? ഹാഗറിൽ നിന്ന് ജനിച്ചതാണ്. ഇത് വാഗ്ദത്ത പ്രകാരം ജനിച്ചതാണോ? അല്ല. പിന്നെ ജഡപ്രകാരം ജനിച്ചതാണ്. ഇനി അടുത്തത് വായിച്ചാട്ടെ നമുക്ക്. ഇത് ജഡപ്രകാരം ജനിച്ചതാണ്. വായിച്ചത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് ഒന്നിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് കുറിക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. ആരാണ് അടിമയിൽ ഇരിക്കുന്നത്? ആരാണ്? ഹാഗറിന്റെ സന്താനം എവിടെ ഇരിക്കുന്നു? ആരുടെ കൂടെ? തന്റെ മക്കളോടുകൂടി. മക്കള് വേറെ. ആരാണ് മകൻ? ഇസഹാക്ക്. ഒരേ വീട്ടിൽ തന്നെയാണ് 2 നിയമം. തന്റെ മക്കളോടുകൂടി അടിമയിലിരിക്കുന്നു. കണ്ടോ? മനസ്സിലായോ നിങ്ങൾക്ക്? തന്റെ മക്കളോട് അടിമയിലിരിക്കുന്നു. ഇനി അടുത്തത് അതിന്റെ 28 മുതൽ നമ്മൾ വായിക്കുവാണ്. നാമോ സഹോദരന്മാര്. അടുത്ത എവിടെ വന്നു? എവിടെ വന്നു? ആരെ വിട്ടു? ഇപ്പോ ആരെ വിട്ടു? ഇസഹാക്കിനെ വിട്ടു, ഹാഗറിനെ വിട്ടു, ഇസ്മായിലിനെ വിട്ടു. ഇനി അടുത്തത് പറയുന്നത് നാമോ. അപ്പൊ നമ്മൾ 3-ാമത്തെ ഒരു ഗണമാണ്. അപ്പൊ നമ്മൾ ഈ ഗണത്തിൽ എവിടെ പെടും? ഹാഗറിൽ പെടുമോ? ഇസഹാക്കിൽ പെടുമോ? കണ്ടോ? അടുത്ത ഇവിടെ കൊണ്ടുവരികയാണ്. എന്ത് മനോഹരം അറിയാമോ നോക്കി. നിങ്ങൾ ഇത് അറിഞ്ഞാലേ തുള്ളി ചാടത്തുള്ളൂ. നമുക്ക് ഒരാൾ വന്ന് ശാപം ഉണ്ടെന്ന് പറയുമ്പോ നമ്മളത് വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ പഴയ നിയമത്തിൽ ഈ വാക്യം എടുത്ത ശരിയാണ്. വാക്യം, ആ വാക്യം ശരിയാണ്. വാക്യത്തിൽ തെറ്റില്ല. നാമോ സഹോദരന്മാരെ എടുത്തു പറയണം. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ. നമ്മൾ ആരാണ്? അപ്പൊ യഥാർത്ഥ വാഗ്ദത്ത സന്തതി ആരാ?
ആരാ? ആരെയല്ല, ആരെയല്ല, യഹൂദനെ അല്ല. അപ്പൊ നമ്മൾ എവിടെയാണ്? എല്ലാ ജാതികൾക്കും മീതെ ദൈവം ഉന്നതമാക്കി വെക്കാൻ പോകുന്ന വാഗ്ദത്ത സന്ധി. മനസ്സിലായോ നിങ്ങള്? നമ്മളാരാണ്? വാഗ്ദത്ത സന്ധി. നാമോ സഹോദരന്മാരെ എന്ന് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്താൽ ജനിച്ച മക്കളാകുന്നു. കണ്ടോ, നമ്മൾ എങ്ങനെ ജനിച്ചതാണ്? വാഗ്ദത്താൽ. അപ്പൊ വേറെ വാഗ്ദത്വം അല്ലാത്ത ജനനമുണ്ട്, ജഡത്താൽ ജനിച്ചത്. അപ്പൊ ഈ ജഡത്താൽ ജനിച്ചതാണെങ്കിൽ, പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ജഡത്താൽ ജനിച്ചതാണെങ്കിൽ ജഡപ്രകാരം ജനിപ്പിച്ച അപ്പന്റെ ശാപം ആർക്ക് വരും? മക്കൾക്ക് വരും. പക്ഷെ വാഗ്ദത്തത്താൽ ജനിച്ചവനതില്ലല്ലോ. അവൻ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുകയാണ്. അവൻ വീണ്ടും ജനിക്കാത്തവന് ഇതിന് വരും. അത് ആർക്ക് വരും? യഹൂദന് വരും, നമുക്ക് വരില്ല. അവൻ ജഡപ്രകാരം. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇത് ആർക്കേ പോവുള്ളൂ? യഹൂദൻ. യഹൂദൻ എങ്ങനെ ജനിച്ചിട്ടുള്ളൂ? അവൻ ജഡപ്രകാരം ജനിച്ചിട്ടുള്ളൂ. അവൻ മശിഹായെ ഉൾക്കൊണ്ടിട്ടില്ല, മശിഹായിക ജനനം പ്രാപിച്ചിട്ടില്ല, യേശുവിനുള്ള ജനനം പ്രാപിച്ചിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം. യോഹന്നാൻ 3:3. യേശു അവനോട്, ആരോടാ ഇത് പറയുന്നത്? ഇസ്രായേലിന്റെ പുരോഹിതനോട് പറയുകയാണ്. നിക്കോദോമീസ് എന്ന പുരോഹിതനോട് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ എന്ത് ജനനം ഉണ്ടാകണം? അപ്പൊ പുതിയതായി ജനിച്ചു കഴിഞ്ഞാൽ പഴയത് നമ്മുടെ മേൽ വരില്ല. പഴയത് മരിച്ചോ? മരിച്ചു. പഴയ മനുഷ്യൻ മരിച്ചോ? മരിച്ചു. എപ്പോഴും മരിച്ചു? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ഞാനിപ്പോ ആരാണ്? പുതിയ മനുഷ്യനാണ്. ഞാനിപ്പോ ക്രിസ്തുവിൽ ആരായിരിക്കുന്നു? നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടോ? ഞാനിപ്പോ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി. അപ്പൊ എന്റെ അപ്പൻ വിഗ്രഹങ്ങളെ സേവിച്ചു, എന്റെ അപ്പൻ പല വഴികളിലൂടെ നടന്നു. അപ്പന്റെ ശാപം അപ്പന്റെ തലയിലിരിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ അത് എന്റെ മേൽ വരും. രക്ഷിക്കപ്പെട്ട ഞാൻ പുതിയ ജന്മം പ്രാപിച്ചു. സ്തോത്രം. ആ അനുഗ്രഹമാണ് എന്റെ മേൽ വന്നിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും നമുക്ക് വ്യക്തമാക്കി ഒന്നുകൂടെ ചിന്തിച്ച് മുന്നോട്ട് പോകാം. ഗലാത്യ ലേഖനത്തോട് തന്നെ ഞാൻ തിരിച്ചു വരികയാണ്. അതിന്റെ 29-ാമത്തെ വാക്യം. ഇന്നും കാണുന്നു, തിരുവെഴുത്ത് എന്തു പറയുന്നു? ദാസിയും മകനെ പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ ആരോടൊരു അവകാശമാകില്ല. അബ്രഹാമി സന്തതികളൊന്നും ക്രിസ്തുവിനാൽ ജനിച്ച നമ്മളോടുകൂടി അവകാശികളാകുകയില്ല. നമ്മൾ അബ്രഹാമിനെ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ക്രിസ്തുവിൽ ജനിച്ചതാണ് എന്നോടുകൂടെ പാർക്കുന്നത്. കണ്ടോ, ദാസിയുടെ മകനെ പുറത്താക്കി കളയുക. ഒരിക്കലും അടിമത്വത്തിൽ ജനിച്ച വാഗ്ദത്വ പ്രകാരം അല്ലാതെ ജഡത്തിൽ ജനിച്ച ആരോടുകൂടെ അവകാശിയാകയില്ല. ഇസ്ഹാക്കിനോട് അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ദൈവ പൈതലിനോടുകൂടെ അവകാശിയാകയില്ല. 31-ാമത്തെ വാക്യം കൂടെ. അങ്ങനെ സഹോദരന്മാരെ, നമ്മൾ ആരുടെ മക്കളല്ല? ദാസിയുടെ മക്കളാണോ? ദാസിയുടെ മക്കളാണെങ്കിൽ ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്ന എല്ലാ ശാപവും നമുക്ക് വരും. നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ഇതൊന്നും നമ്മുടെ മേൽ വരികയില്ല. അതേ അധ്യായത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. 3:13 ആണ്. 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തു എന്തായി തീർന്നു? ശാപമായി തീർന്നു പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തുവാ? ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ശാപമായി തീർന്നു. ആരായിരുന്നു ശാപമായി തീർന്നത്? ഞാനായിരുന്നു. എനിക്ക് വരേണ്ട ശാപത്തിന് പകരം ആ ശാപം ആരുടെ മേലായി? ക്രിസ്തുവിന്റെ മേലായി. കാരണം ഒരു മനുഷ്യൻ പോലും ദൈവവചനം പ്രമാണിച്ച് അവന് നീതിമാനാകാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ
നമ്മുടെ പിതാക്കന്മാർ തുടങ്ങി ആരും നീതി ചെയ്തവരില്ല. കണ്ടോ? ആരും നീതി ചെയ്ത, ഒരു മനുഷ്യൻ പോലും നീതി ചെയ്തവരില്ല. അപ്പൊ അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്നറിയാമോ? സകല മനുഷ്യരും വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ശാപം പേരേണ്ടുന്നവരായി. പക്ഷെ ആ ശാപം ആരുടെ മേൽ വന്നു? ജഡത്തിൽ ക്രിസ്തു വഹിച്ചു. നമ്മുടെ ജഡത്തിൽ വരേണ്ടതാ ഈ ശിക്ഷ. ആർക്ക് വരേണ്ടതാ? എനിക്ക് വരേണ്ടതാ. ഞാനാ ഈ ശിക്ഷ ഏൽക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, ആ ശിക്ഷ ഞാൻ ഏറ്റോളാം. എന്റെ കുഞ്ഞിന് ആ ശിക്ഷ വരരുത്. ഈ തലമുറയുടെ മേൽ ആ ശാപം വരരുത്. കണ്ടോ? മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശാപത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ നമുക്ക് വരേണ്ടുന്ന നമ്മുടെ അപ്പന്റെ ശാപം, ജഡപ്രകാരം ജനിച്ച നമുക്ക്, ജഡപ്രകാരം നമുക്ക് വരേണ്ടുന്ന ഈ ശാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ശാപത്തെ ഏറ്റെടുത്തു. കണ്ടോ? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി തീർന്നു? ശാപമായി തീർന്നു. ശാപമായി തീർന്നു. എങ്ങനെ തീർന്നു? ന്യായപ്രമാണത്തിന്റെ സകല ശാപത്തിലും നമ്മൾ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. കണ്ടോ? എന്ത് മനോഹരമാണെന്നറിയാമോ ആ വാക്ക്? എത്ര വിലയേറിയതാണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഇതിനെ അറിഞ്ഞുകൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വീണ്ടും കേസ് ബ്രേക്കിംഗ്, ശാപമുറിക്കൽ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മളെ ശാപത്തിന് കീഴിലാക്കുക, നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ശാപമാണ്, നിങ്ങളുടെ അപ്പൻ ശപിക്കപ്പെട്ടതാണ്, നിങ്ങളുടെ അപ്പന്റെ ശാപം നിങ്ങളുടെ മേൽ വരും എന്ന് പറഞ്ഞ് ശാപം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ശാപം എവിടെ കൊണ്ട് തീർന്നു? എവിടെ കൊണ്ട് തീർന്നു? ക്രിസ്തുവിൽ നമ്മൾ വീണ്ടെടുത്തപ്പോൾ ശാപം. നമുക്ക് ക്രിസ്തു ശാപം അവിടെ തീർന്നു. പക്ഷെ നമുക്കിത് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ കർത്താവായ യേശുവിനെ ഞാൻ എന്റെ രക്ഷകനായി സ്വീകരിക്കുമ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. ജനിക്കാതെ ജഡമായിരുന്നാൽ ഈ ശാപം വരും. കാരണം വീണ്ടും ജനിച്ചിട്ടില്ല. തരാം. റോമാലേഖനം 5-ാമത്തെ അധ്യായം, റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. റോമാലേഖനം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ആ കണ്ടോ? ഏക ലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ ജീവകാരണമായ നീതീകരണവും വന്നു. പിടികിട്ടിയോ? ഏക മനുഷ്യൻ പച്ചമുന്തിരിങ്ങ തിന്നത് കൊണ്ട് എല്ലാ മക്കളുടെയും പല്ല് വിളിച്ചു. അതുപോലെ ഏക മനുഷ്യന്റെ നീതിയാൽ എല്ലാ മനുഷ്യരും നീതീകരണം. ഇപ്പം മറ്റത് ഫില്ലായോ? മൂന്നാമത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഫില്ലായോ? രണ്ടാമത്തെ കാര്യം ഫില്ലായോ? രണ്ടാമത്തെ കാര്യം ഏത് രണ്ടാമത്തെ കാര്യമാണ്? ഒന്നാമത്തെ കാര്യം ശാപം വരില്ല. രണ്ടാമത്തെ കാര്യം എന്തുവാ? നീതി ആരിലേക്ക് വരും? ഏകന്റെ അനുസരണത്താൽ. വളരെ വ്യക്തമായ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണമേ. അടുത്ത വാക്യമാണ് 19-ാമത്തെ വാക്യം. വായിച്ചേ. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ. കണ്ടോ? നമ്മൾ എങ്ങനെയാണ് നീതിമാന്മാരായി തീർന്നത്? നമുക്ക് ഏത് നീതി വന്നു? ഏത് നീതി പറഞ്ഞു? പുറപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്ന 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ നീതി ആരിലേക്ക് വന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആവർത്തന പുസ്തകം പറഞ്ഞിരിക്കുന്ന 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിന്റെ നീതി ആരുടെ മേൽ വന്നു? നമ്മുടെ മേൽ വന്നു. കാരണം നീതി ചെയ്യുന്നവന്റെ നീതിയാണ് അവന്റെ തലമുറയ്ക്ക് വരുന്നത്. പക്ഷെ നീതി ചെയ്ത ഒരു മനുഷ്യൻ ഉലകത്തിലില്ല. അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ആ വാക്യം നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത് നിങ്ങളോട്. ഇപ്പൊ പിടി കിട്ടിയോ നിങ്ങൾക്ക്? ഒരപ്പനും ഇല്ല നീതി ചെയ്ത. അങ്ങനെ ഒരു അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ആവശ്യവുമില്ല, യേശു മരിക്കേണ്ട ആവശ്യവുമില്ല. ഉണ്ടോ? അപ്പൊ ആ ക്രിസ്തുവിലുള്ള നീതി നമുക്ക് ഏതുവരെ പോകും? ഏതുവരെ പോകും? 1,00,000 വർഷം. 19-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കും. 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധി ഇല്ലെന്ന് മലയാളത്തിൽ എടുത്തു വെച്ച് മനോഹരമായിട്ട് എഴുതി വെച്ചു. ഇനി അതിനകത്തൊരു ഡേഞ്ചറസ് ഭാഗമുണ്ട്, അതിവിടെ തൊടുകയാണ്. അതാണ് 3-ാമത്തെ ഭാഗവും ഞാൻ പറഞ്ഞു നിർത്തിയത്.
അപ്പൊ ഏക മനുഷ്യൻ നീതി ചെയ്താൽ സകല മനുഷ്യൻ നീതിമാനാകണ്ടേ? ആകണം. ആ നീതിമാനാകുന്നവന്റെ മകൻ പക്ഷെ അവൻ അനീതി ചെയ്താലോ? അതാണ് വീണ്ടും രക്ഷിക്കപ്പെട്ടു. അപ്പൊ അതിനാണ് ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന ഒരു കൂട്ടർ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഇനി എന്ത് വേണമെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഇഷ്ടം പോലെ, തോന്നിയാസം പോലെ. അവിടെ വന്നാൽ പറ്റൂല. അതാണ് 3 കാര്യങ്ങൾ എഹെസ്കേലിന്റെ പുസ്തകത്തിൽ എടുത്ത് എഴുതി വെച്ചത്. അങ്ങനെ വന്നാൽ ഈ അപ്പന്റെ നീതി എന്ന് പറഞ്ഞാൽ, ഈ അപ്പൻ എന്ന് പറഞ്ഞാൽ ഏതപ്പൻ? ക്രിസ്തു എന്ന നമുക്ക് വേണ്ടി മറവിലയായി തീർന്ന വീണ്ടും ജന്മം ക്രിസ്തുവിലൂടെ പ്രാപിച്ച നമ്മൾ എന്ന് പറഞ്ഞ അകൃത്യം ചെയ്തുകൊണ്ട് നടന്നാൽ, വ്യഭിചാരം ചെയ്താൽ, കള്ളുകൂടിയന്മാരായി തീർന്നാൽ, നമ്മൾ ദോഷത്തിന്റെ പ്രവൃത്തികളിലൂടെ പോയ തോന്നിവാസത്തിൽ ജീവിക്കുകയാണ്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന ഒരു സംഭവം ക്രിയേറ്റ് ആയത്. കാരണം ഇനി നമുക്ക് മരണമില്ല, നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, അടിച്ചു പൊളിച്ച് ജീവിക്കും. നോ, അങ്ങനെ ജീവിക്കാൻ ബൈബിളിനകത്ത് വ്യവസ്ഥ. അങ്ങനെ ജീവിച്ചാൽ നിനക്കിപ്പോ വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്ന ഈ രക്ഷ, സ്തോത്രം, നഷ്ടമായി പോകും. അത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. 2 വാക്യങ്ങൾ പഠിപ്പിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അത് ഈ വാക്യങ്ങൾക്ക് താഴോട്ട് നമ്മൾ വായിക്കുന്നു. 20ാമത്തെ വാക്യം വായിച്ച്. 20ാമത്തെ വാക്യം. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ എന്ത് ചെയ്തു? അത്യന്തം വർദ്ധിച്ചു. പാപം പെരുകിയിടത്ത് കൃപ. അപ്പോ നമ്മൾ ഈ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറി. ഒരാൾ പറഞ്ഞ ഉദാഹരണം ഞാൻ കേട്ടു പണ്ട്. കാരണം നോഹയുടെ പെട്ടകം രക്ഷയ്ക്ക് ഒരു മുൻകുറി സാദൃശ്യം. നോഹയുടെ പെട്ടകം എങ്ങനെ ഇരിക്കുകയാണ്? അപ്പൊ അതിനകത്ത് നോഹയുടെ മക്കളും കയറി. മൊത്തം എത്ര പേര് കയറി? 8 പേര് പെട്ടകത്തിനകത്ത് കയറി. പെട്ടകം എവിടെ കിടക്കുന്നു? പെട്ടകം എവിടെ കിടക്കുന്നു? കടലിൽ കിടക്കുന്നു. കടൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കിടക്കുന്നു. അപ്പോ ഈ ലോകത്തിൽ കിടക്കുന്ന ഈ പെട്ടകത്തിനകത്ത് നോഹ 8 മക്കളും കയറി. ഇനി ഈ കടലിൽ ഓളം ഉണ്ടാവൂലേ? ഓളം ഉണ്ടാവും. കുലുങ്ങൂല്ലേ? കുലുങ്ങും. വീഴൂലേ? വീഴും. എവിടെ വീഴും? കണ്ടോ? ഉദാഹരണം പറഞ്ഞ് അടിച്ച് പൊളിച്ചറിഞ്ഞുണ്ടോ? അപ്പൊ വീണ എവിടെ വീഴും? എണീറ്റ് എവിടെ എഴുന്നേക്കും? അപ്പൊ ഇതിനകത്ത് കയറി കഴിഞ്ഞ് വീഴാം. അങ്ങനെ വീണവൻ ആരും ഇതുവരെ എണീറ്റില്ല. അങ്ങനെ വീഴാനും വേണ്ടിട്ട് വിളിച്ചതല്ല, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വിളിച്ചതല്ല. സ്തോത്രം. ഇതുവരെ നീ ചെയ്ത, നിന്റെ പിതാക്കന്മാർ ചെയ്ത അകൃത്യം നിന്റെ പേര് വരാതെ നീ ചെയ്ത യാതൊരു പുണ്യപ്രവൃത്തിയോ നന്മയോ വചനാനുഷ്ഠിതമായ നിലകൾ ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ രക്ഷ ക്രിസ്തുവിന്റെ മരണത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ്. സ്തോത്രം. ഇതിനെ പരിപാലനമായി, പരിശുദ്ധമായി, വിശുദ്ധ ജീവിതത്തിന്റെ വക്താക്കളായി നമ്മുടെ ശരീരങ്ങളെ ഏൽപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. തീർന്നില്ല. അപ്പൊ കൃപ പെരുകിയിടത്ത് പാപം പെരുകിയിടത്ത് കൃപയും അത്യന്തം പെരുകി, എന്നിട്ട് വർദ്ധിച്ചു. തന്നെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയില്ല. പൗലോസ് എന്ത് മനസ്സിലായി? ഇതിന്റെ അപകടം മനസ്സിലായി. ഇത് പറഞ്ഞു വിട്ടാൽ ഇനി മുതൽ എന്താവും? പണ്ടൊരാൾ ഗൾഫിൽ പോയി പോലും പേരൊന്നും ചോദിക്കുന്നത് ഞാൻ പറയത്തില്ല. അയാൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശു കാൽവറിയിൽ മരിച്ചതോടുകൂടി സർവ്വ മാനവരാശിയുടെ പാവം എല്ലാം തീർന്നു. ഇനി ഒരു മനുഷ്യനും പാവമില്ല, ഒന്നുമില്ല. ഇനി പള്ളിയിൽ വന്നാലും കുഴപ്പമില്ല, പള്ളിയിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ എല്ലാ പരിപാടിയും തീർന്നു, ടെറ്റലസ്റ്റായി, നിവർത്തിയായി എന്ന് ക്രിസ്തു കാൽവറിയിൽ പറഞ്ഞ 7 മൊഴികളിൽ ഒരു മൊഴിയാണ്, ഈ നിനക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല, നീ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നീ സ്വർഗത്തിലാണ്. അങ്ങനെ സഭയിൽ വന്നുകൊണ്ടിരുന്ന നല്ലൊരു സഹോദരൻ 2 ആഴ്ച കൊണ്ട് കാണാതെയായി. ഈ പാവപ്പെട്ട പാസ്റ്റർ പൈസ കൊടുത്താണ് കേരളത്തിൽ നിന്ന് ഒരു ഉപദേശിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഈ ഉപദേശിയുടെ പ്രസംഗം ഇതായിരുന്നു: 2 ആഴ്ച കൊണ്ട് ഫ്രണ്ടിൽ ഇരുന്ന സഹോദരനെ കാണാനില്ല. വീട്ടിൽ അന്വേഷിച്ചു പോയപ്പോൾ ഈ സഹോദരൻ മദ്യം ഒഴിച്ച് ഗ്ലാസ്സിൽ വെച്ച് ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. ചോദിച്ചു, ബ്രദറെ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? കർത്താവായ യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു.
ഇനി ഞാൻ ഒന്നും ചെയ്യണ്ട, ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, ഞാനങ്ങ് സ്വർഗത്തിൽ കയറിപ്പോ, നീ കുറെ പോവും. ഈ അപകടമണത്ത് പൗലോസ് അതുകൊണ്ട് അവിടെ വെച്ചത് നിർത്തിയില്ല. ഏതെങ്കിലും വാക്യത്തിൽ കൊണ്ടുവന്ന് നിർത്തരുത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ക്രിസ്തു മരിച്ചത്, തോന്നിയതുപോലെ ജീവിക്കാനല്ല. സ്തോത്രം. വിശുദ്ധ ജീവിതം നമുക്ക് തനിയെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നിന്ന് നമുക്ക് വിശുദ്ധീകരണമായി, അവിടെ നിന്ന് നമുക്ക് നീതിയായി, അവിടുത്തെ വിശുദ്ധിയിലും അവിടുത്തെ നീതിയിലുമാണ് നാം ജീവിക്കേണ്ടത്. സ്തോത്രം. ഈ അപകടം മണത്തത് കൊണ്ട് അവിടെ വെച്ച് 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താതെ 6-ാം വാക്യത്തിലോട്ട് കേറി ഒന്നങ്ങ് പറഞ്ഞു. വായിച്ചേ. ആകയാൽ നാം എന്തു പറയണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് ആകയാൽ നാം എന്തു പറയണ്ടോ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. എന്ത് പറഞ്ഞു? ഒരു നാളും വരുത്. ഇതിനെ സംബന്ധിക്കുന്ന വിഷയം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വന്നപ്പോ പൗലോസ് ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു ഇതിനെ സംബന്ധിക്കുന്ന വിഷയത്തെ കുറിച്ച് ഒരു വിവരണം യഹൂദ സഭയ്ക്ക് അല്ലെങ്കിൽ യഹൂദ ജനത്തിന് വേണ്ടിയിട്ട് നൽകി കൊടുക്കുന്ന വേളയിൽ അത് പറഞ്ഞു. അതെന്താണ് നമുക്ക് വായിക്കാം. ഇതിനെ സംബന്ധിച്ച അറിവ് അഥവാ ഇതിനെ സംബന്ധിച്ച പ്രകാശനം 6-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യം. ഇതിനെ കുറിച്ച് നമുക്ക് പ്രകാശനം കിട്ടി. പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം നമ്മൾ ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അതും എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ച് മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ആ പാപത്തിന്റെ പ്രവണതകളിലേക്ക് രക്ഷിക്കപ്പെട്ട അനന്തരം ഒരു മനുഷ്യൻ വീണ്ടും എനിക്ക് ആത്മാവ് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് കുഴപ്പമില്ലെന്ന് കരുതി ആ വഴിയിലേക്ക് ഇറങ്ങിപ്പോയാൽ, പിന്മാറിപ്പോയാൽ, ആരാണ് ഇപ്പൊ ക്രൂശിക്കുന്നത്? ദൈവപുത്രനെ വീണ്ടും അടിക്കുക, ദൈവപുത്രനെ വീണ്ടും പരസ്യമായി ക്രൂശിക്കുക. തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ ക്രൂശിക്കുകയും ക്രൂശിക്കുന്നവരും കണ്ടോ, അവൻ ആര് വരുത്തുന്നു ലോകാപവാദം? ഈ മനുഷ്യന്റെ തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. കണ്ടോ, കാണുന്നവർ തന്നെ പറയണം, കണ്ടോ ഈ പെൺകുട്ടി നടക്കുന്ന നില കണ്ടോ, ഈ പെൺകുട്ടിയുടെ വസ്ത്രം കണ്ടോ, ഇതാണ് ക്രിസ്ത്യാനി. ഈ പെൺകുട്ടിയുടെ ജീവിതം കണ്ടോ, ഈ പയ്യന്റെ പോക്ക് കണ്ടോ. അങ്ങനെ രക്ഷിക്കപ്പെട്ട നിന്നെ കൊണ്ട് പറയാൻ ഇടവരരുത്. നീ ഹൈപ്പർ ആയിക്കൊള്ളട്ടെ, ഏത് ടോപ്പർ ഗ്രേസ് ആയിക്കൊള്ളട്ടെ, നിന്നെ കണ്ടിട്ട് സ്തോത്രം ദൈവസഭയ്ക്കകത്ത് അപമാനം വരാൻ കാരണമായി തീരാൻ പാടുള്ളതല്ല. സ്തോത്രം. യോഗ്യമായ നിലയിൽ ജീവിക്കണമെന്ന്, താൻ തോന്നിയായിട്ട് ജീവിക്കേണ്ടതല്ല, ഇഷ്ടമുള്ളവരെ ജീവിക്കേണ്ടതല്ല. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഇഷ്ടമുള്ള വഴികളിൽ ഇഷ്ടമുള്ള നിലകളിൽ ജീവിക്കാനല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് ഒരു വ്യവസ്ഥയുണ്ട്. സ്തോത്രം. ആ വ്യവസ്ഥയിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത മനുഷ്യനാണ് ഞാൻ. അത് ജീവിക്കാൻ എന്നെ യോഗ്യമാക്കി തീരേണ്ടതിന് വേണ്ടിയിട്ടാണ് എന്നിൽ പരിശുദ്ധാത്മാവിനെ തരുന്നത്. എന്റെ ജഡമോഹം അനുസരിച്ച് ഇതെല്ലാം ചെയ്യാൻ എല്ലാ മനുഷ്യരെ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. അത് പാപത്തിന്റെ മണ്ഡലങ്ങളിൽ ആണ്. ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി വേറെ ബലഹീന മനുഷ്യൻ കണ്ടാൽ ചെയ്യത്തില്ലയോ? ഇന്ന് ലോകത്തിലെ ആളുകൾ ഉൾപ്പെടെ എല്ലാവരും പറയുന്നതാണ്. നിങ്ങൾ എടുക്ക്, സോഷ്യൽ മീഡിയ എടുക്ക്. സിനിമ ഒഴിവാക്കേണ്ടുന്ന ഭാഗങ്ങൾ ഇന്ന് ഒരു കാലത്ത് ആരെ സംസാരിച്ചിരുന്നുള്ളൂ? ദൈവസഭയിൽ ഇന്ന് ദൈവസഭ മിണ്ടുന്നില്ല. കാരണം ദൈവസഭയിൽ മിണ്ടിക്കഴിഞ്ഞാൽ പിള്ളേർ വരത്തില്ല. പിള്ളേർക്ക് ഇഷ്ടം എന്തോ, പിള്ളേർക്ക് ഇഷ്ടം സിനിമ കണ്ടോണ്ട്. അതുകൊണ്ട് വിദേശ രാജ്യത്ത് നേരത്തെ ഭാഷ പറഞ്ഞുവിട്ട് ക്രിക്കറ്റിന്റെ ഫുട്ബോളിന്റെ സമയം വരുമ്പോൾ വിദേശ രാജ്യത്ത് സ്ക്രീൻ വെച്ചു കൊടുത്തു. സഭയെ സംബന്ധിച്ച കാര്യമാ, ഞാൻ കളി പറയല്ല. സ്ക്രീൻ വെച്ചു കൊടുത്തു. LED വോള് വെച്ച് വലിയ സ്ക്രീൻ വെച്ചു കൊടുത്തു. പിള്ളേരെല്ലാം പറഞ്ഞു അടിച്ചു പൊളിക്കട, പോപ്കോൺ വെച്ചോണ്ട് ഹായ് ബായ് എന്ന് പറഞ്ഞുണ്ട്.
അവൾക്ക് അവന് ഇഷ്ടമുള്ള ചക്കനോട് കൂടെ വന്നിരുന്ന് പോപ്കോണും തിന്നാ ഇതും കാണാം. ഇടയ്ക്ക് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേന്ന് പാടിയാ മതി. ഇതുണ്ടല്ലോ, അതുണ്ടല്ലോ. എന്റെ കുഞ്ഞെ രണ്ടും കൂടെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ദൈവം അതിനത് പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. വിദേശ രാജ്യങ്ങളില് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ജിമ്മ് തുടങ്ങി. എന്തിനാണെന്നറിയാമോ? യൂത്ത്സിനെ ആകർഷിക്കാൻ. എന്താ പറ്റിയെന്നറിയാമോ? ആ പള്ളികളെല്ലാം ബാറുകളായി. നമുക്ക് അങ്ങനെ അനുവദനീയമല്ല ദൈവമക്കളെ. നമുക്കെന്നാൽ പാപത്തിന്റെ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകമാണ് പരിശുദ്ധാത്മ. പരിശുദ്ധാത്മ കൈയടിച്ച് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ സംശയ ദൂരീകരണം വന്നു എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ 6ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവന് ലോക അപവാദം വരുത്തുന്നവരും ആകെ കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അങ്ങനെ പോകുന്നവർ പിന്മാറിപ്പോയവരുടെ ഗണത്തിൽ അവരെ കൊണ്ടുവരാക്കത്തില്ല. സ്തോത്രം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വചനങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കുക. കൊണ്ടുവരാനൊക്കത്തില്ല. അവർ പറയും ക്രിസ്തു എല്ലാം ചെയ്തു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ നീതീകരണത്തിൽ 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 100%. പക്ഷെ നീതീകരണം ഒരിക്കലും പാപത്തിന് വഴിവെക്കുന്ന ഭാഗമാകരുത്. നിനക്ക് നീതീകരണം ഓക്കെ, പക്ഷെ ഇപ്പൊ ജീവിക്കുന്ന ജീവിത രീതി നീതീകരണത്തിന് യോഗ്യമായതല്ല. നീതീകരണം വന്ന ആ നീതീകരണം ലഭിച്ച കർത്താവിന്റെ എപ്പോഴും സന്തോഷത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാപരമായ ജീവിതം. അല്ലെങ്കിൽ പൗലോസ് എടുത്ത് എഴുതി വെക്കത്തില്ലായിരുന്നു. 1 തിമോത്തിയോസ് അതിന്റെ 2ാമത്തെ അധ്യായം 7ാമത്തെ വാക്യം. 1 തിമോത്തിയോസ് 2:7. 8ാമത്തെ വാക്യം. 1 തിമോത്തിയോസ് 2:8 പുരുഷന്മാരെങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു. കോപം വിടണം, വാഗ്വാദം വിടണം, വിശുദ്ധ കൈകളെ ഉയർത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് കാണിക്കാനാണ് ഞങ്ങൾ കർത്താവേ നിന്റെ മുമ്പിൽ സറണ്ടർ ആണ്, ആശ്രയിക്കുന്നു എന്നതിന്റെ അടയാളമാണ് കൈകളെ ഉയർത്തുക. വിശുദ്ധ കൈകളെ ഉയർത്തി ആഗ്രഹിക്കുന്നു. അവണ്ണം സ്ത്രീകളും യോഗ്യമായി ജീവിക്കണമെന്ന് ഇത്രയും ആഴമായ മർമ്മം പഠിപ്പിച്ച പൗലോസാ പറയുന്നത്. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം. ആരെയും കുറെ വസ്ത്രം ധരിച്ചുകൊണ്ട് പോയിട്ട് സ്വന്തം ഇത് പാശ്ചാത്യ സംസ്കാരങ്ങളെ കൊണ്ടുവരാനുള്ളതല്ല. ഇവിടുത്തെ ഇന്ത്യക്കാരൻ പോലും അത് അനുവദിക്കുന്നില്ല. അതാണ് ക്രിസ്ത്യാനിറ്റിയാണ് ഏറ്റവും മോശമായ നിലകളിലേക്ക് ഈ കാലഘട്ടത്തിൽ പോകുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകും. സ്തോത്രം. കണ്ടോ? അവണ്ണ സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും, ബോധമില്ല അല്ലേ? ഒരു കാലത്ത് നമ്മുടെ ഈ കേരളം മറയ്ക്കാൻ സമരം നടത്തിയിട്ടുള്ളതാണ് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് തുണി ഇടാതിരിക്കാൻ സമരം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്തോത്രം, കന്ന് കളിക്കുന്നത് പോലെ കാള കളിച്ചാൽ അതത്ര സുഖമല്ല കാണാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലത്ത് നമ്മുടെ പ്രായം കുറഞ്ഞ പിള്ളേരൊക്കെ ചിലപ്പം ചില മേഖലയിലേക്ക് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ സഹോദരിമാര് മാന്യമായ നിലകൾ, ആമേൻ, ചൂതാരട്ട ഷോളിടാനും മാന്യമായ നിലകൾ, മറ്റുള്ള നമ്മള് ജാതികൾ കാണിക്കുന്ന തൊട്ടും മറ്റുള്ളവർ കാണിക്കുന്ന തൊട്ട് ജീവിക്കാനുള്ളതല്ല. ഉപദേശം ഇത്തിരി കട്ടിയായി പോയെന്നറിയാം, അത്രയും കട്ടി വേണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പഠിക്കേണ്ടത് ലോകത്തിൽ നിന്നല്ല, ദൈവവചനത്തിൽ നിന്ന്. നമ്മളെ മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യണം. ഞാൻ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണമെന്നല്ല ഈ പ്രസംഗിക്കുന്നത്. പക്ഷെ യോഗ്യമായ വസ്ത്രം ധരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നിലയിൽ പഠിപ്പിക്കണം. ഒരു പ്രായം, ഒരു പക്വതയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഡ്രസ്സ് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണം. പണ്ടൊരു അപ്പച്ചൻ പാസ്റ്റർ പഠിപ്പിക്കുമായിരുന്നു, പെൺകുട്ടികൾ വസ്ത്രം ധരിച്ചിട്ട് സ്വന്തം കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കണം. നന്നായിട്ട് മുൻഭാഗവും പിൻഭാഗവും എല്ലാം തിരിഞ്ഞു നോക്കണം.
കാരണം മറ്റുള്ളവരുടെ വിശുദ്ധി സൂക്ഷിക്കാൻ നമ്മൾ കടമപ്പെട്ടവർ. നമ്മുടെ വിശുദ്ധി സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ വിശുദ്ധി നമ്മൾ നിമിത്തം കളങ്കപ്പെട്ടു പോകാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഏതെല്ലാം മേഖലയിൽ തിരിച്ചും മറിച്ചും പറഞ്ഞിരുന്നാലും ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാക്കന്മാരുടെ ശാപം രക്ഷിക്കപ്പെട്ട ഒരു തലമുറയിലേക്ക് വ്യാപരിക്കത്തില്ല. തലമുറയിലേക്ക് വ്യാപരിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ആമേൻ പ്രസംഗങ്ങളോ അതിനനുബന്ധമായിട്ടുണ്ടെങ്കിൽ അത് വെറും നമ്മളെ തട്ടിക്കുന്ന തട്ടിപ്പുകളാണ്, നമ്മളെ കബളിപ്പിക്കുന്നതാണ്. സ്തോത്രം. തിരിച്ചറിഞ്ഞുകൊണ്ട് സുബോധത്തോടെ വേണം നമ്മുടെ ഈ ഭൂമിയിൽ ആത്മീയ ജീവിതം.